മോഹൻലാൽ ആരാധകർക്കും ദിലീപ് ആരാധകർക്കും ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്നേ ദിവസം മൂവി അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം മോഹൻലാൽ ആരാധകരും ദിലീപ് ആരാധകരും ആഘോഷത്തിന് ഒത്തുചേരാൻ പോകുന്നത് ദിലീപിന് തന്നെ പപ്പ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു ക്യാമിയോ വേഷത്തിൽ എത്താൻ പോകുന്നു എന്നതുകൊണ്ട് തന്നെ ദിലീപിന്റെ ഒരു ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെ ഒരു കോമ്പിനേഷൻ കാണാൻ പോകുന്നു എന്നൊരു കൗതുകവും, കൂടാതെ ദിലീപിന്റെ കരിയറിലെ ഒരു വ്യത്യസ്തമായ ഒരു ചിത്രം എന്ന രീതിയിലും പപ്പ വലിയ രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ വരവ് എത്രമാത്രം ഇമ്പാക്ട് ഈ ചിത്രത്തിനുണ്ടാക്കുമെന്നുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ നടക്കുന്നത്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഒരു ഗംഭീര റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. പപ്പ ടീം അടുത്തിടെയായിരുന്നു ഒരു മേജർ അപ്ഡേറ്റ് ജൂലൈ 4 വരാൻ പോകുന്നു എന്ന വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ജൂലൈ 4 വരാൻ പോകുന്ന ആ സർപ്രൈസ് മോഹൻലാലുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളും. ഡബിൾ ട്രീറ്റ് ആണ് മോഹൻലാൽ ആരാധകർക്കും ദിലീപ് ആരാധകർക്കും വേണ്ടി കാത്തിരിക്കുന്നത്. ജൂലൈ 4 മോഹൻലാലിന്റെ എൻട്രി ഈ ചിത്രത്തിലേക്ക് ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. പപ്പ എന്ന ഭയം, ഭക്തി, ബഹുമാനം എന്ന മാഡ്നസ് വേൾഡിലേക്ക് മോഹൻലാൽ എത്താൻ പോകുന്നു. അതിനൊപ്പം തന്നെ പപ്പ എന്ന ചിത്രത്തിന്റെ ഒരു ടീസർ കൂടി അന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. മോഹൻലാൽ ആരാധകർക്കും ദിലീപ് ആരാധകർക്കും സന്തോഷിക്കാനുള്ള വകകൾ ഇതിലൂടെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം ഈ കാര്യത്തിൽ സന്തോഷിക്കുന്നെങ്കിലും മറുവിഭാഗം അത്രയ്ക്ക് നല്ല സന്തോഷത്തിലല്ല. കാരണം ദിലീപുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ തന്നെയാണ് അവരെ ചൂടിപ്പിക്കുന്നത്. ഭയം, ഭക്തി, ബഹുമാനം ഈ സിനിമ വരാനിരിക്കുന്നതോ അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടതോ ആയ ദിലീപ് സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ളതാണ്. പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ തന്നെ ദിലീപിന്റെ പ്രതീക്ഷയുള്ള പടം തന്നെയാണിത്. ദിലീപിന്റെ ലുക്ക് കൊണ്ടും ഇതിന്റെ പിറകിലുള്ള ടീം കൊണ്ടും ഇതിന്റെ അപ്ഡേറ്റ് പുറത്ത് വിടുന്ന രീതി കൊണ്ടും ഒക്കെ തന്നെ ഈ സിനിമയ്ക്ക് ആദ്യമേ വന്നിട്ടുള്ള ഒരു ഹൈപ്പ് ഉണ്ട്. മോഹൻലാൽ ഈ സിനിമയുടെ ഭാഗമാകുന്നു എന്നറിയുന്നതോടെ ഈ സിനിമയുടെ ഹൈപ്പ് വർദ്ധിച്ചു. അത് തീർത്തും സ്വാഭാവികമാണ്. പണ്ടൊരു കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട്. കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിന് ഒരു ഹൈപ്പ് പോലും ഇല്ല എന്ന് സമ്മതിക്കുന്ന സംവിധായകന്റെ വാക്കുകൾ. പക്ഷേ ഒരു ദിവസം മോഹൻലാലിന്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു. പിന്നീട് വന്ന ഹൈപ്പ് ഞങ്ങളെ തന്നെ ഞെട്ടിപ്പിച്ചു എന്ന സംവിധായകന്റെ വാക്കുകളുണ്ടല്ലോ, അത് തന്നെയാണ് ആക്ച്വലി പപ്പ എന്ന സിനിമയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പപ്പയ്ക്ക് ദിലീപ് ആരാധകരിൽ ഒരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മോഹൻലാൽ കൂടി വന്നപ്പോഴേക്കും അത് ഡബിളായി. അതിന്റെ ലെവൽ എവിടെ എത്തിയെന്ന് നമുക്കിപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ താരം, എന്റർടൈനർ പടത്തിൽ അതിഥി വേഷത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഹൈപ്പ് വർദ്ധിക്കും. പ്രത്യേകിച്ചും സെയിം പ്രൊഡക്ഷൻ ഹൗസിന്റെ മുന്നത്തെ ഒരു സിനിമയിലെ മോഹൻലാലിന്റെ അതിഥി വേഷവും പ്രകടനവും വലിയ ട്രെൻഡിങ് ആയിരുന്നു എന്നതുകൊണ്ട് മോഹൻലാൽ കൂടെ ഭാഗമാകുന്നതിനെ മാർക്കറ്റിംഗിൽ നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചാൽ അത് സ്വാഭാവികമായും ഇനിഷ്യലിനെ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. കായംകുളം കൊച്ചുണ്ണി പോസ്റ്ററുകളിൽ എല്ലാം മോഹൻലാലിനെ വലിയ രീതിയിൽ കാണിച്ചിരുന്നു. നിവിനും ലാലേട്ടനും സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള വലിയ ഹോർഡിങ്ങുകളും പോസ്റ്ററുകളും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം റിലീസിന് മുൻപും ശേഷവും ഉണ്ടായിരുന്നു. അത് ഇനീഷ്യൽ കളക്ഷനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ലാൽ പ്ലസ് നിവിൻ പ്രൊമോഷൻ കണ്ട് പ്രതീക്ഷ വെച്ച് വന്നവർക്കുള്ളത് ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്സഡ് റിപ്പോർട്ട് വന്ന സിനിമയുടെ ഫൈനൽ ഗ്രോസിലും ലാൽ എഫക്ട് ഉണ്ടായിരുന്നു. ഇവിടെ പപ്പയിലേക്ക് വന്നാൽ മോഹൻലാലിന്റെ ക്യാമിയോ റോളിനെ മാർക്കറ്റിംഗിൽ ഇതിന്റെ ടീം ഉപയോഗിക്കാൻ തന്നെയാണ് സാധ്യത. മോഹൻലാൽ ആ സിനിമയുടെ ഭാഗമാകുന്നു എന്നുള്ളത് നിലവിൽ പരസ്യമായി കഴിഞ്ഞു. ഗോകുലം അത് കൃത്യമായി ഉപയോഗിക്കുകയും കായംകുളം കൊച്ചുണ്ണിക്ക് നിരന്നതുപോലുള്ള പോസ്റ്ററുകളും ഹോർഡിങ്ങുകളും എല്ലായിടത്തും മാർക്കറ്റിംഗും സ്വാഭാവികമായും ഗോകുലം ഇറക്കിവിടും. ദിലീപ് പടം ആയതുകൊണ്ട് കയറാൻ മടിക്കുന്ന ഒരു വിഭാഗം പ്രേക്ഷകർ ഇപ്പോൾ ഉണ്ട്. പക്ഷേ അത്തരം ആളുകളെയും കൂടെ തിയേറ്ററിലെത്തിക്കാൻ മോഹൻലാൽ പ്രസൻസിനെ വലിയ രീതിക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ ഒരു പുൾ ഉണ്ടാകും. സിനിമയിൽ ആ രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടാകുകയും മോഹൻലാലിന് കൊച്ചുണ്ണിയോ ജയിലറോ പോലെ ഒരു ഷോ സ്പേസ് ഉണ്ടെങ്കിൽ ഫൈനൽ ഗ്രോസിനും അത് എഫക്ട് ചെയ്യും. സ്ക്രീനിൽ വന്ന സമയങ്ങളിലെല്ലാം അതിപ്പോൾ 2020 ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ചൈന ടൗൺ ഒക്കെ ആണെങ്കിലും അവരുടെ കെമിസ്ട്രി വൻ കിടുവാണ്. അതുകൊണ്ട് തന്നെ ഈ കോംബോ കുറച്ച് സമയം ആണെങ്കിലും സ്ക്രീനിൽ നന്നാകും. മോഹൻലാലിന്റെ മാസ് പരിപാടികൾ ഉണ്ടെങ്കിൽ അതും നന്നാകും. പിന്നെ എല്ലാം കൊണ്ടും പപ്പ ഒരു ദിലീപ് സിനിമയാണ്. മോഹൻലാൽ അതിഥി വേഷം ചെയ്യുന്നത് കൊണ്ട് സിനിമയുടെ മൊത്തം ക്രെഡിറ്റ് അങ്ങേർക്കാവില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ മോഹൻലാൽ സിനിമയിൽ വരുന്ന ഭാഗം അദ്ദേഹത്തെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ലാൽ ആരാധകർ ആഘോഷിക്കും. അതിപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്ന 2020 ഇന്ന് ആഘോഷിക്കുന്നത് ലാൽ ആരാധകർ ആണ് ഏറെയും. കൊച്ചുണ്ണിയിലും സെയിം അവസ്ഥ. ജയിലറിലെ അതിഥി വേഷം ഇന്നും ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് ഉടനീളം ദിലീപ് അഴിഞ്ഞാട്ടം നടക്കുന്ന സിനിമയിൽ മോഹൻലാൽ 10-15 മിനിറ്റ് വന്ന് തകർത്തു പോകുന്ന പരിപാടി ആയിരിക്കും നടക്കാൻ പോകുന്നത്. ലാൽ ആരാധകർക്കും ദിലീപ് ആരാധകർക്കും ഉള്ളത് ആ സിനിമ കരുതി വെച്ചിട്ടുണ്ടാകും. ഗോകുലം ഗോപാലനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ മോഹൻലാൽ ചെയ്യുന്ന സിനിമയാണ് പപ്പ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് സാമ്പത്തികമല്ലാത്ത മറ്റ് നേട്ടങ്ങൾ ഒന്നും തന്നെ അങ്ങേർക്ക് ഉണ്ടാകാൻ പോണില്ല. വലിയ താരങ്ങൾ ചെറിയ സിനിമകളിൽ അതിഥി വേഷത്തിൽ ഏത് ഇൻഡസ്ട്രിയിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്. അവരെ കൊണ്ട് ആ സിനിമയ്ക്ക് ഗുണമുണ്ടാകും. അത് സ്വാഭാവികമാണ്. അല്ലാതെ മോഹൻലാൽ
പപ്പയുടെ ഭാഗമാകുന്നത് കൊണ്ട് അതിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവനും മോഹൻലാലിന് ആവില്ല. അതേസമയം വിജയത്തിൽ മോഹൻലാലിന് പങ്കില്ല എന്നും ആവില്ല. ഇത് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവാവുന്നതാണ്. ദിലീപിന്റെ വലിയ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുന്ന സിനിമയാവണം പപ്പ എന്നാണ് ഒരു ആഗ്രഹം. കഴിഞ്ഞ കുറെ കാലങ്ങളായുള്ള സ്ട്രഗിൾ മാറിക്കടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സിനിമയായി മാറട്ടെ. ഇതിന്റെ പേരിൽ തർക്കിക്കേണ്ട കാര്യമില്ല. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്നാണല്ലോ എന്നും പ്രേക്ഷകർ ഈ അവസരത്തിൽ പപ്പയെയും ദിലീപിനെയും മോഹൻലാലിനെയും കുറിച്ച് പറയുകയാണ്. ജിതേഷ് ഈരാളി പങ്കുവച്ച ഈ വാക്കുകളും ഈ അവസരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പപ്പ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?